ഇന്നലെ നമ്മൾ പഠിച്ച പാഠം കുറച്ച് ഭാഗങ്ങൾ കൂടി ബാക്കിയുണ്ട്. നാളത്തെ എക്സാമിന് അതും കൂടി വരും. ആ ഭാഗങ്ങൾ നോക്കുക. റോഡ് മെറ്റാലിങ് ചെയ്യുന്നതിന്, റോഡ് ടാർ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? കോൾട്ടാർ ആണ് ഉപയോഗിക്കുക. റോഡ് മെറ്റാലിങ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സാധനം ബിറ്റുമിൻ ആണ്. ബിറ്റുമിൻ. റോഡ് മെറ്റാലിങ്ങിന് ഉപയോഗിക്കുന്നത് ബിറ്റുമിൻ ആണ്. പിന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ്? പെട്രോകെമിക്കൽസ്. All the substances that we get or that we converted from petroleum or natural gas are called as petrochemicals. പെട്രോളിയത്തിൽ നിന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ നിന്നോ നമ്മൾ കൺവേർട്ട് ചെയ്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും പൊതുവെ പറയുന്ന പേരാണ് പെട്രോകെമിക്കൽസ്. All the substances that we useful substances that we get from petroleum and natural gas are called as petrochemicals. Liquefied petroleum gas, petrol, diesel, kerosene, lubricant oils, paraffin, these are examples of petrochemicals. LPG, liquefied petroleum gas, it is a fuel gas that we use in our home and in our industries. LPG is a fuel gas used in our home. CNG, compressed natural gas. CNG is the short form of compressed natural gas. ഇത്രയും ഭാഗങ്ങളും കൂടെ ഹൈഡ്രോ കാർബണിന്റെ ചില ഭാഗങ്ങളുമാണ് നമ്മൾക്ക് ഈ പാഠത്തിൽ. ഇനി ഹൈഡ്രോ കാർബൺ എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും കൂടി ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ്. Compounds having only hydrogen and carbon are called as hydrocarbons. What are hydrocarbons? Compounds having hydrogen and carbon only. Example, methane, CH4. Methane is an example for hydrocarbon. Hydrocarbons are compounds having only hydrogen and carbon. Example, methane. ഹൈഡ്രോകാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഹൈഡ്രോകാർബൺസിനെ രണ്ടായി മെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഹൈഡ്രോകാർബണിന്. ഒന്ന് ചെയിൻ കോമ്പൗണ്ട്സ്, രണ്ട് സൈക്ലിക് കോമ്പൗണ്ട്സ്. The main classification of hydrocarbon are chain compounds and cyclic compounds. Chain compounds are classified into three, mainly two: saturated compounds, saturated, and unsaturated. Hydrocarbons are classified into two main groups: chain compounds and cyclic compounds. Chain compounds are classified into saturated hydrocarbons and unsaturated hydrocarbons. Saturated hydrocarbon, alkane. Unsaturated hydrocarbon രണ്ടെണ്ണമുണ്ട്, alkenes and alkynes. ഇതാണ് ഹൈഡ്രോകാർബണുകളുടെ ക്ലാസിഫിക്കേഷൻ. ഹൈഡ്രോകാർബണുകളെ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്: ചെയിൻ കോമ്പൗണ്ട്സ്, സൈക്ലിക് കോമ്പൗണ്ട്സ്. ചെയിൻ കോമ്പൗണ്ട്സിനെ രണ്ടാക്കിയിട്ടുണ്ട്: സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ഒന്നേ ഉള്ളൂ, ആൽക്കൈൻസ്. അൺസാച്ചുറേറ്റഡ് രണ്ടെണ്ണമുണ്ട്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ഇതാണ് ഹൈഡ്രോകാർബണുകളുടെ ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നാളെ
സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാകുമെന്ന കാര്യം ആലോചിക്കണം. 2 മണി തൊട്ട് 4:30 വരെയാണ് ക്ലാസ്. ഓക്കെ. പിന്നീട് നാളെ കണക്കിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കണക്കിൻ്റെയും സയൻസിൻ്റെയും കൂടിയാണ് പരീക്ഷ. നാളെ ഫീസ് അടയ്ക്കാൻ എല്ലാവരും ഫീസ് അടയ്ക്കേണ്ടവരാണ്. ഫീസിൻ്റെ കാര്യം കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്. പേരൻസിനെ ഓർമ്മിച്ച് ഫീസ് വാങ്ങിക്കൊണ്ടുവരാൻ ഓർക്കണം കേട്ടോ. 2 മണി തൊട്ട് 4:30 വരെയാണ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.